പോകാൻ പറഞ്ഞ ഒക്കെ ഡബിൾ ഡെക്കർ ബസ്. ആ റോഡിൽ തന്നെ ട്രാമും എല്ലാം പൊളിച്ച്. ഫൈനലി ദ പീക്ക് ട്രാം, ഇതാണ് സംഗതി. ദുബായ് സൈസ് നോക്കുമ്പോൾ ഇത് വലുതാണ്. കമ്പയറിംഗ് ടു ദുബായ് ഹ്യൂജ്. നമ്മൾ ഇന്നലെ എടുത്ത ബിരിയാണിന്റെ കൂടെ പെപ്സി, കോള അങ്ങനത്തെ സാധനമൊക്കെ 7up ഒക്കെ കോംപ്ലിമെന്ററി ആയിട്ട് തരുന്നുണ്ട്. കിടിലൻ സീനറി ആട്ടോ, അടിപൊളി. അങ്ങനെ അടുത്ത രാജ്യത്തേക്ക് പോകുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. കുറച്ച് ചൊറയിലായിരുന്നു, ഏകദേശം തീർന്നു. അടുത്തായി നമ്മൾ ഹോങ്കോങ്ങിലേക്ക് പറക്കുകയാണ്. ഹോങ്കോങ് എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ഇപ്പോൾ വരും. ഇനി ഹോങ്കോങ് വിശേഷങ്ങൾ. അങ്ങനെ ഹോങ്കോങ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. സമയം 2 മണി. ഇവിടെ നാട്ടിൽ ഏകദേശം എത്രയായി? 11:30 കഴിഞ്ഞു, 11:45. 2.5 മണിക്കൂറിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി ഇവിടുത്തെ എമിഗ്രേഷൻ കുറച്ച് ചൊറയുണ്ടെന്ന് കേട്ട് അതൊന്ന് തീർക്കണം. ജോണേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാണ് നമ്മൾ നിന്ന ഹോട്ടൽ കേട്ടോ. ഹോങ്കോങ്ങിൽ എത്തിയിരിക്കുകയാണ്. റാംബ്ലർ ഒയാസിസ് ഹോട്ടൽ കേട്ടോ. ഇവിടെ ആ ഹോട്ടലാണ്. പെർ ഡേ ഒരു 7,000 വരും 2 റൂമിന്. അപ്പോൾ കുറേ കഥകൾ പറയാനുണ്ട്. കഥകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. എന്തുകൊണ്ട് ഇന്നലെ വ്ളോഗ് ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഷണം, ചോരി പോവാ. ഞങ്ങളുടെ കംപ്ലീറ്റ് ഡോളേഴ്സ് മൊത്തം ഡോളേഴ്സും ഈ ചങ്ങായിന്റെ വിസയും. തുടക്കം ഇയാളെ വിസ കാണാതായി, അങ്ങനെ റിട്ടേൺ അടിച്ചു. തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. ഇമിഗ്രേഷന് ഇനി ഫുഡീസാനും കടത്തി വിട്ട് നവാസ് ഖാൻ അവിടെ നിൽക്കാൻ പറഞ്ഞ് നമ്മൾ വിചാരിച്ചു ഓക്കെ ഒരു പ്രീ അറൈവൽ കാർഡാണ്, വിസ അല്ല, പ്രീ അറൈവൽ രജിസ്ട്രേഷൻ. അത് നമുക്കൊന്ന് പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ കഴിയുന്ന പ്രശ്നം. പുള്ളി പ്രിന്റ് എടുക്കാൻ വേണ്ടി പോയി. പ്രിന്റ് എടുക്കാൻ പോയപ്പോ പ്രിന്റ് തന്നു, പൈസ വെച്ചപ്പോ പൈസ കാണില്ല. പേഴ്സിൽ നോക്കുമ്പോ ഡോളേഴ്സ് ഒന്നും കാണുന്നില്ല. അങ്ങനെ പ്രിന്റ് അവര് തിരിച്ചു വാങ്ങിച്ച് പിന്നെ 2 മണിക്കൂർ എടുത്തു പുറത്തെത്താൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തെത്തി സമാധാനത്തിൽ ഒരു ഫുഡ് വാങ്ങാൻ വേണ്ടി ഞാൻ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഡോളേഴ്സും അതേപോലെ തന്നെ തായ് ബാത്ത് ബാലൻസ് ഉണ്ടായിരുന്നൊരു തായ് ബാത്തും, അങ്ങനെ മൊത്തം എല്ലാം കൂടി 1,25,000 റുപ്യേൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നഷ്ടം വന്നു. അപ്പം ഇന്നലെ ഒരു വ്ളോഗിന് പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ല. എങ്ങനെയൊക്കെയോ റൂമിലെത്തി കിടന്നതേ ഓർമ്മയുള്ളൂ. ഞങ്ങളെ ഈ റിപ്പോർട്ട് ചെയ്തേക്കണ്, പക്ഷെ കാര്യം ഉണ്ടാവില്ല എന്നാണ് മൂപ്പരും പറഞ്ഞത്. കാരണം ഇത് ഇവിടെ സ്ഥിരമാണെന്നാണ് മൂപ്പര് ആദ്യം തന്നെ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കണ്ടെന്ന് പറഞ്ഞത്. എന്ത് ചെയ്യാ, ഫ്ലൈറ്റ് എന്നൊക്കെ ആരെങ്കിലും എടുക്കും നമ്മൾ വിചാരിക്കുമോ? സ്വപ്നത്തിൽ പോലും വിചാരിക്കൂല. കണക്കൊക്കെ പോയി. ഇവര് വേറെ സ്ഥലത്തായിരുന്നു, ഞങ്ങൾ രണ്ടാളും ഒരു സീറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ. ഹോങ്കോങ്ങിലേക്ക് വരുമ്പോൾ പ്രീ അറൈവൽ കാർഡ് നാഷണൽ ആണെന്നുണ്ടെങ്കിൽ പ്രീ അറൈവൽ രജിസ്ട്രേഷന് പ്രിന്റ് എടുത്ത് ഒപ്പിട്ടിട്ട് കയ്യിൽ വെക്കണം. ഹാർഡ് കോപ്പി ആയിട്ട് വേണം. ആ സാധനം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റിനാണ് $110 ഒരു ആവശ്യം. $110 1,400 രൂപ ഒരു പ്രിന്റ് ഇട്ടാ. ഒരു A4 പ്രിന്റ് നാട്ടിൽ 3 രൂപ മുതൽ 5 രൂപ വരെ കൊടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് A4 പ്രിന്റിനാണ് 1,300, 100 ഇരട്ടി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എയർപോർട്ടിന്റെ റെസ്ട്രിക്റ്റഡ് ഏരിയക്ക് ഇത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. അതേ സാധനം ഡിപ്പാർച്ചർ ഏരിയയിൽ $30. അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണ് ആ ട്രാൻസ്ഫർ ചാർജ് ആണത്. 7-Eleven ഒക്ടോപ്പസ് കാർഡ് വാങ്ങണം. ഒക്ടോപ്പസ് കാർഡ് 2 കാർഡിന് 84 ഹോങ്കോങ് ഡോളർ. അപ്പോൾ ഒരു 850-900 1000 അടുത്തില്ല. ഇതില് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഈ ഒക്ടോബസ് കാർഡ് പറഞ്ഞ ഇതാണ്. ഞങ്ങൾ നല്ല എടുത്ത് 2 പേർക്കും കൂടി ഇന്ന് എടുക്കാണ്. ലേർക്കും ഫുഡിഷാക്കും നവാസ്കാർക്കും. ഇത് എടുക്കണമെങ്കിൽ $42 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അത് നമുക്ക് ക്യാഷ് കാർഡായിട്ട് കൊടുക്കാം. പക്ഷേങ്കിൽ ഇതിലേക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ ക്യാഷ് മാത്രമേ പറ്റുള്ളൂ. ഹോങ്കോങ് ഡോളേഴ്സ് കൊടുത്താൽ മാത്രമേ പറ്റൂ. അതിനാണ് നമ്മൾ ജോണേട്ടനെ വിളിക്കുകയാണ്. ജോണേട്ടൻ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് റീചാർജ് ചെയ്യാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതാ ബസ്സിൽ കയറാണ്. ഒക്ടോപ്പസ് കാർഡ് വെച്ച് കയറുക, ടാപ്പ് ചെയ്യുക, പോവുക. ഓക്കെ, കിടിലൻ സീനറി കേട്ടോ. ബസ്സിൻ്റെ മേലെ കയറിയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വ്യൂ ചെയ്ത് പോകാൻ പറ്റും. അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റിന് വന്നാട്ടാ മെക്ക. ഇവർ ഇന്നലെ രാത്രി കണ്ടുപിടിച്ച സ്പോട്ടാണ്. ഹലാൽ ഫുഡ്, പാകിസ്ഥാൻ റെസ്റ്റോറൻ്റ് ആണ്. ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല, നമ്മൾ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ അല്ലേ. ടേക്ക് അവേ നല്ല ഫുഡായിരുന്നു ഇന്നലെ തന്നതൊക്കെ. നല്ല അടിപൊളി ഫുഡ്, ചീപ്പ് റേറ്റ് അല്ലേ.
നമ്മൾ ഇന്നലെ എടുത്ത ബിരിയാണീൻ്റെ കൂടെ പെപ്സി കോള അങ്ങനത്തെ സാധനമൊക്കെ 7up ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ തേടി പിടിച്ച് വന്നതാണ്. അപ്പോൾ 11 മണി മുതൽ 2 മണി വരെ ഒരു ലഞ്ച് മീൽ സെറ്റ് ഒള്ളി $59. ഏതാ $59 സാധനങ്ങൾ? ഫുൾ മെനു അല്ലേ? അത് ശരി, എല്ലാം തിന്നാം. ലോട്ടറിയാ? ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ സൗകര്യമില്ല, ഇവിടുന്ന് പുറത്തുനിന്ന് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അപ്പുറത്തൊരു പാർക്ക് പോയി കഴിക്കാൻ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുപോകണം. അതാ പാർക്കിലെത്തി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒതൻറ്റിക് അസ്ലാണ് മൊത്തത്തിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയണത്, വിലയിരുത്തി പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയത്. ഈജിപ്ഷ്യൻ ഇത് $60, ഈ ഹോങ്കോങ് ഡോളർ. ഈജിപ്ഷ്യൻ റൈസ് വിത്ത് ചിക്കൻ. തുടങ്ങട്ടെ, വിശക്കുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലേ. ചിയാങ്ഷാവൻ സ്റ്റേഷനോ? ഇത് ട്രാമിൻ്റെ റോട്ടുമ്മ കൂടി പോണതാ? മെട്രോ അല്ലല്ലോ? മെട്രോ ആണ്. പറയോ എവിടെ എത്തി? ട്രാമിലേക്ക് പോവാ? ഓ, ബിൽഡിങ്സൊക്കെ നിങ്ങൾ, എൻ്റെ മോനെ അടിപൊളി. പീക്ക് ട്രാമോ? അത് പീക്ക് ട്രാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്. ആ, അങ്ങനല്ല, പീക്കിലേക്ക്. ഓ, കയറ്റത്തിലേക്കുള്ള ട്രാം. ഓ, അതൊക്കെ ആണല്ലേ ആ സാധനം? ഡബിൾ ഡെക്കർ ട്രാമാ? അയ്യോ, ആകണം. नजीब भाई है ना, ऑटोमोटिव ब्लॉगर, उसने बोला था ये वाला पिक ट्राम अच्छा है, सबसे बेस्ट एक्सपीरियंस है यार. बेस्ट एक्सपീരിയൻസ്. എത്തി ഗൈസ്, ഫൈനലി ദ പീക്ക് ട്രാം. ഇതാണ് സംഗതി, പീക്ക് ട്രാം. കുറച്ച് നടക്കാണ്ട് കേട്ടോ അവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം. ഓ, മെട്രോ ഇറങ്ങിയതിൻ്റെ ശേഷം ചൂടുമാണ്. എങ്ങനെയാണ് ടിക്കറ്റ് ചാർജ്? അത്യാവശ്യം ഉണ്ടല്ലോ. ഇതിലേതെടുക്കാൻ പോണത് നമ്മൾ? ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവിടുത്തേക്കാട് ഒരു $80 ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഹോങ്കോങ് ഡോളർ $80 മാറ്റം ഓൺലൈൻ കൂടി എടുക്കുമ്പോൾ പകുതി പൈസ ലാഭം. സോറി ഗൈസ്, ഓൺലൈൻ ബുക്കിംഗ് നടന്നില്ല. മണിക്കൂറുകൾ വേസ്റ്റായി. കാർഡ് എടുക്കണില്ല. കാർഡ് എടുക്കാത്ത കാരണം ഈ ഹോങ്കോങ്ങിൽ അവരുടെ ഒറ്റപ്പസ് കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇന്റർനാഷണൽ പേയ്മെന്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഫിസിക്കലായിട്ട് കാർഡ് അവർ സെയിം കാർഡ് റിസീവ് ചെയ്തു. ഓൺലൈനിൽ എടുക്കൂല. ഇന്റർനാഷണൽ കൺസൾട്ടന്റ് ഇതൊന്നും അറിയാതെയാണ് എല്ലാം. ഗ്ലോബൽ ട്രാവൽ കൺസൾട്ടന്റ് സ്ഥലം. നമ്മളെ എൻട്രൻസിലേക്ക് വെയിറ്റ് ചെയ്യണം. നമ്മളിതാ എന്താ ട്രാം, എന്ത് ട്രാമാണ്? കയറാൻ പോണ് സാധനം വന്നു. പച്ചക്കട നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പഴയ ഫുഡിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ആണല്ലേ. മേലൊക്കെ കാണാം അല്ലേ, കംപ്ലീറ്റ് മേലെ നിന്നുള്ള 360 വ്യൂ ആണ്. ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് തോന്നുന്നുണ്ട്. പീക്ക് ട്രാം ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഫുള്ളായില്ല, ഫുള്ളായി. നല്ല രസമായിട്ട് വെയിലടിക്കുമ്പോൾ കാണാനൊരു രക്ഷയില്ല. അടിപൊളിന്ന് പറഞ്ഞാലല്ലോ ആസ്വരി. മേലൊക്കെ നോക്കിയ ബിൽഡിങ്, ആകാശ അമ്പരച്ചുള്ളികളായ ബിൽഡിങ്ങുകൾ, സൈഡിലേക്ക് ഫുള്ള് പ്ലാന്റ്സ്, ട്രീസ്, എല്ലാം ഇങ്ങനെ പോകുന്നു. പഴയൊരു ഫീലും നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിൽഡിംഗ് ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്. നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി. ഇനി അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയാണോ എന്ന് അറിയില്ല. ഇതൊരു മാള് മാറിയിട്ടാവും. അവിടുന്ന് ബിൽഡിങ്സിൻ്റെ വ്യൂ നോക്കി. മാഷാഅല്ലാഹ്, ഏതാ ബിൽഡിങ്സ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. കൂൾ. ഫോട്ടോ ക്ലോസിംഗ് ഉണ്ട്, ഫോട്ടോ എടുക്കാം. ഇത് കംപ്ലീറ്റ് ഒരു മാള് മാറിയാണ്. ഇതാണ് സ്കൈ വ്യൂ. എക്സ്ട്രാ പൈസയാണ്, എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. മറ്റേ കൂടെ കിട്ടില്ല.
അങ്ങനെ നല്ല കാറ്റും കൊണ്ട് കുറച്ച് വ്യൂ ആസ്വദിക്കാം. സംഭവം പൊളിച്ച് അടിപൊളി. എന്ത് തോന്നുന്നു ജോണട്ടായി? ഒരു ദുബായ് സൈസ് നോക്കുമ്പോൾ ഇത് വലുതാണ് കമ്പയറിംഗ് ടു ദുബായ്. ഹ്യൂജ്. എന്താ ബിൽഡിങ്ങിലെ പക്ഷേ ബിൽഡിങ്ങിന്റെ മോഡല് പഴയതാണ്, പക്ഷെ ദുബായ് എല്ലാം പുതിയ ആകർഷണീയത കുറവുണ്ട് ദുബായ് കണ്ടവർക്ക്. ബാക്ക് നോക്കി എല്ലാവരും കോൺക്രീറ്റ് വാളും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ലൈന് മാത്രം ഗ്ലാസ്, പക്ഷെ ദുബായ് എല്ലാം ഗ്ലാസ്സാണ്, ഫുള്ളി ഗ്ലാസ്. സംഭവം രസമുണ്ട്. പച്ചപ്പ് വന്നപ്പോഴേ ബ്യൂട്ടി ആയി. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടാ അടുത്ത് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല അതിൻ്റെ കൂടെയുള്ള. ബസ് സ്റ്റേഷനിൽ വന്ന് അന്വേഷിക്കണം. കയറാ കിടിലൻ ടൗണ്. ഓ മൈ ഗോഡ്, എന്താ രസം എന്നറിയാം. ബസ്സും ട്രാമും ഫുള്ള് വാച്ചിൻ്റെ ഷോറൂംസ്, അത് കഴിഞ്ഞിട്ട ഷോറൂംസൊക്കെ ഒക്കെ പ്രീമിയം. അടിപൊളി. ഓ അതാ പറഞ്ഞത്, ഒക്കെ ഡബിൾ ഡെക്കർ ബസ്. ട്രാമും ഡബിൾ ഡെക്കറാണ് വരുന്നത്. ട്രാം നല്ല രസമുണ്ട് കേട്ടോ. സിറ്റി കൺസ്ട്രക്ഷനൊക്കെ ഒരു രക്ഷയില്ല. സിറ്റിയുടെ മാരക വ്യൂ. പിന്നെ നടക്കാൻ തന്നെ നല്ല രസം. ചെറിയ റോഡുകളാണ്. ആ റോഡിൽ തന്നെ ട്രാമും കണ്ടില്ല, എല്ലാം പൊളിച്ച്. ടിങ് ടിങ്. അങ്ങനെ നമ്മൾ വാച്ചിൻ്റെ ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വാച്ച് മാത്രമല്ല എല്ലാ ബ്രാൻഡും ഉണ്ടല്ല. വാങ്ങണ്ട ഒരു റോളക്സും ഒരു ലോഞ്ചിനസാ, റോളക്സ് ഉണ്ട്, ഒമേഗ ഉണ്ട്, ബ്രെറ്റ്ലിംഗ്. ഇതൊക്കെ ഏതാ? അമേരിക്കൻ. ഇത് ഡ്രസ്സിൻ്റെ അല്ല, അങ്ങോട്ടാണ് ഫുള്ള് വാച്ചിൻ്റെ. റോളക്സ് ഒമേഗ എടുക്കല. റോളക്സിലാണ്. സ്റ്റോക്ക് മിഡ് ലെവൽ എസ്കലേറ്റർ. അതായത് ഈ ഫുൾ എസ്കലേറ്ററാ? 800 മീറ്റർ ലോങ് ആയിട്ടുള്ള എസ്കലേറ്റർ. 800 മീറ്റർ തിരിച്ചു കണ്ട് നടന്നു വരണം. ഇല്ല, എസ്കലേറ്ററാണ്. വേൾഡിലെ ഏറ്റവും ലെങ്ത് കൂടിയ എസ്കലേറ്റർ അല്ല, 800 മീറ്റർ. സിംഗിൾ 1993 ഓപ്പൺ ആയിരുന്നു. സിംഗിൾ സ്ട്രെച്ച്. ഓക്കെ, എസ്കലേറ്റർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉച്ചക്ക് കയറിയ എസ്കലേറ്ററാണ്. ഒന്ന് നിസ്കാരം കഴിഞ്ഞത്. ഇത് മോസ്ക് ജംഗ്ഷനാണ്, അവിടെ പള്ളിയെ കിട്ടി. ഫുൾ എസ്കലേറ്റർ. ഇനി വിറ്റെന്താ വെച്ചാൽ ഇതൊക്കെ ഇനി താഴത്തേക്ക് നടന്നിറങ്ങണം. നോ എസ്കലേറ്റർ. ഇനി എത്തിയൊന്നുണ്ട്. ഗ്ലോബൽ കൺസൾട്ടന്റുകളെ ഒരിക്കലും ഏത് ഇന്റർനാഷണൽ ജേർണികൾക്കും ചോദിക്കാം. അപ്പോൾ തായ്ലൻഡിൽ നിന്ന് സ്മോയിത് ബായ് പറഞ്ഞിട്ട് നമ്മളൊരു വായിക്കി എന്ന് പറഞ്ഞ ഹലാൽ റെസ്റ്റോറൻറ്റ് എടുത്താൽ. ഹലാൽ ഹോങ്കോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കിനും ഗൂസിനുമാണ് ഫേമസ്. ഗൂസറിന് തറാവോ അരയന്നോ? അല്ല അരയന്നോ. അത് രണ്ടുമാണ് കഴിക്കണ്ട്. അപ്പോൾ ഹലാൽ ഫുഡ് ഇവിടുന്ന് കിട്ടാനുള്ള ഓപ്ഷൻസ് കുറവാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് വായിക്കി. ഓക്കെ, അപ്പോൾ ഈ സാധനം വന്നിട്ടാ ഒരു രക്ഷ. ഇത് ലാർജ് പോർഷനാണ്. $130 ഹോങ്കോങ് ഡോളർ. പിന്നെ മട്ടൺ വിത്ത് ബീഫ് അല്ല മട്ടൺ കറി വിത്ത് സ്റ്റീംഡ് റൈസ്. ഇതിൻ്റെ ഷൈനിങ് ഒക്കെ നിങ്ങൾ എന്താ ടേസ്റ്റ് അറിയാം. കിടിലം പറഞ്ഞാൽ മീറ്റിൻ്റെ ജ്യൂസിനെസ് ഒരു രക്ഷയില്ല. അങ്ങനെ ക്രസ്റ്റും അടിപൊളി സ്കിന്ന്. മസ്റ്റ് ട്രൈട്ടാണ്. ഹലാൽ. സ്നീക്കർ സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സ്നീക്കർ സ്ട്രീറ്റ് എത്തിയിട്ടില്ല, പക്ഷേ അതിന് മുന്നേ തന്നെ തുടങ്ങിയിരിക്കണം കേട്ടോ. എൻ്റെ മോനെ കളർഫുൾ എന്നൊക്കെ പറഞ്ഞാൽ ഷൂസിൻ്റെ ഒരു ലോകം. ഓ, കണ്ടിട്ട് കണ്ണ് തള്ളുക. കിടിലം. ഇത് നടന്നാലും തീരില്ല കേട്ടോ. അത്രയും കളക്ഷൻസാണ്. നമ്മൾ കൺഫ്യൂഷൻ ആവുക എന്നല്ലാതെ വീട്ടിൽ പോട്ടെ, റൂമിൽ പോട്ടെ, ആകെ ടയർഡായി. മഴ ഇങ്ങനെ ചാറൽ തുടങ്ങി. മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടില്ല പർച്ചേസ് ചെയ്യാൻ, കാരണം അങ്ങനെ വലിയൊരു മാറ്റം ഫീൽ ചെയ്തില്ല. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയതുമില്ല. ഓക്കെ,